ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അദ്ദർസു സാമിനു. ഈ പാഠത്തിൽ അഫ്ആലുകൾ അതിൻ്റെ ദൊമായറിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജദ്വൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലിസ്റ്റ്. ഇവിടെ ആദ്യം അൽ മുഫ്രദും ജംഉം. ഇവിടെ മുഫ്രദ് സിംഗിളറും ഇവിടെ ജംഉ പ്ലൂറലും. അൽ മുദക്കർ അൽ മുഅന്നസ് യാനി അത് മെയിൽ ഫീമെയിൽ. പിന്നെ അത് ഓരോ ദൊമായറുകളും 3 ഇനങ്ങളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആദ്യം അൽ ഗായിബ്. ഗായിബ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തേർഡ് പേഴ്സൺ ആണ്. പിന്നെ അൽ മുഖാത്തബ് സെക്കൻഡ് പേഴ്സൺ. പിന്നെ അൽ മുതകല്ലിം ഫസ്റ്റ് പേഴ്സൺ. അൽ ഗായിബിൽ ആദ്യം മുഫ്രദ് വരുമ്പോൾ മസലൻ ഹുന ഹാമിദുൻ ദഹബ, അത് ഹുവ എന്നുള്ള ദൊമീറിന് അനുകൂലമായിട്ട് വരുന്നതാണ്. ഹാമിദുൻ ദഹബ. അപ്പോൾ അവിടെ ഫിഅല് അതിൻ്റെ അസ്ലിലാണ് ഉണ്ടാവുക, ഒരു മാറ്റം ഉണ്ടാവില്ല. ദഹബ ഇങ്ങനെയാണ് അസ്ലിൽ ഫിഅൽ ഉണ്ടാവുക. ഇനി ജമാക്കുമ്പോൾ ഹാമിദുൻ വഹാഷിമുൻ വഅലിയുൻ ദഹബു. അവിടെ നമ്മൾ വാവുൽ ജമാ ചേർക്കും, അതിലൂടെ ഈ അലിഫുൽ ഫാരിഖയും ചേർക്കും. അലിഫുൽ ഫാരിഖയിനെ നമ്മൾ ഉച്ചരിക്കില്ല. അത് ഒരു മറ്റുള്ള ചില ഫിഅലുകളിൽ വാവ് അതിൻ്റെ അസ്ലായിട്ടുള്ള ഹർഫായിട്ട് വരുന്നുണ്ട്. അതൊന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലിഫിനെ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഹാമിദുൻ വഹാഷിമുൻ വഅലിയുൻ ദഹബു. അപ്പോൾ ഇവിടെ ഹും ദഹബു എന്നുള്ളതിന് തുല്യമാണത്. അപ്പോൾ ഹാമിദുൻ ദഹബ, ഹാമിദുൻ വഹാഷിമുൻ വഅലിയുൻ ദഹബു. ഇനി മുഅന്നസിൽ നോക്കുമ്പോൾ ആമിനത്തു ദഹബത്ത്, നമ്മളിവിടെ താഉ തഅനീസു സാക്കിന ചേർക്കും. അത് മുഅന്നസ് ആണെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു താ ആണിത്. അത് മുഫ്രദാകുമ്പോൾ ജംഅ ആകുമ്പോൾ ആമിനത്തു വസൈനബു വമറിയമു ദഹബന, നൂൻ നിസ്വ അവിടെ ചേർക്കും. ഈ നൂൻ നിസ്വയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഫാഇല്. ദഹബന. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗായിബ് ആകുമ്പോൾ മുദക്കർ മുഫ്രദാകുമ്പോൾ ഒന്നും ചേർക്കില്ല. ജംഅ ആകുമ്പോൾ വാവുൽ ജമാ ചേർക്കും. മുഅന്നസ് ആകുമ്പോൾ താഉ തഅനീസ് സാക്കിന ചേർക്കും, അത് മുഫ്രദാകുമ്പോൾ. അത് ജംഅ ആകുമ്പോൾ നൂൻ നിസ്വ ചേർക്കും. ഇനി മുഖാത്തബിൽ അൻത എന്ന് പറയുമ്പോൾ ദഹബത്ത. അൻത എന്ന് പറയുമ്പോൾ ആ താ അതേപോലെ തന്നെ ഇവിടെ വരും, അൻത ദഹബത്ത. അൻതും ദഹബത്തും, തും എന്നുള്ളത് അതേപോലെ തന്നെ വരും. മുഅന്നസ് ആകുമ്പോഴോ അൻതി ദഹബ്തി, അൻതുന്ന ദഹബ്തുന്ന, അതേപോലെ തന്നെ വരും. അപ്പം മുഖാത്തബ് വളരെ സിമ്പിളാണ്. എന്താണോ ആ ദമീർ അവസാനിക്കുന്നത് ആ ലെറ്റർ തന്നെയാണ് ഇടേണ്ടത്. മുത്തക്കല്ലിം പോകുമ്പോൾ അന എന്ന് പറയുമ്പോൾ ഇത് മുദക്കർ മുഅന്നസിന് വരും, രണ്ടിനും വരും. അന എന്ന് പറയുമ്പോൾ ദഹബ്തു, തു ചേർക്കും. നഹ്നു എന്ന് പറയുമ്പോൾ ദഹബ്ന, ന എന്നതും ചേർക്കും. അപ്പം ഇത് വളരെ ബസീത്തായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ജദ്വലാണ്. ഇനി തമാരിയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, അക്മിൽ അൽ ജുമൽ അൽ ആതിയ ബിവദ്ഇ അൽ ഫിഅൽ ദഹബ ഫിൽ ഫറാഗി ബഅദ ഇസ്നാദിഹി ഇല ദമീർ അൽ മുനാസിബ്. ദഹബ എന്നുള്ള ഫിഅൽ ഇവിടെ ചേർക്കാനാണ്, അതിന് അനുകൂലമായിട്ടുള്ള ദമീർ അതിനെ കൂടി ചേർക്കാനും. ഐന തുല്ലാബുൽ ജുദൂദ്, എവിടെയാണ് പുതിയ വിദ്യാർത്ഥികൾ? അതിവിടെ ഉത്തരം പറയും ദഹബു ഇലൽ മുദീരി. ദഹബ ചേർത്താൽ അതിൻ്റെ കൂടെ വാവുൽ ജമായും അലിഫുൽ ഫാരിഖയും ചേർക്കും. എവിടെയാണ് പുതിയ വിദ്യാർത്ഥികൾ? അവർ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി. നഹ്നു ദഹബ്ന ഇലൽ മലാബി, ഞങ്ങൾ കളിക്കളത്തിലോട്ട് പോയി. ദഹബ്ന എന്ന് നൂൻ അലിഫ്. ഐന ഇവിടെ ബ്ലാങ്ക് ഉണ്ട്. ബഅദ ദർസ് യാ ഇഖ്വാനി, ഇനി യാ ഇഖ്വാനി എന്നാണ് പറയുന്നത്. അപ്പം ഓ സഹോദരന്മാരെ. അപ്പോൾ ഐന ദഹബ്തും എന്നാണ് ചോദിക്കേണ്ടത്. ഐന ദഹബ്തും ബഅദ ദർസ് യാ ഇഖ്വാനി, എവിടെയാണ് നിങ്ങൾ ക്ലാസ്സിന് ശേഷം പോയത് ഓ സഹോദരന്മാരെ. ഇനി ഇവിടെ യാ അബി എന്നുണ്ട്. അപ്പോൾ അദഹബ്ത ഇല സൂഖി അൽ യൗമ യാ അബി, നിങ്ങളൊന്ന് സൂഖിലോട്ട് പോയോ ഉപ്പ. ഇനി ഇവിടെ അന എന്നാണ്. അപ്പോൾ മാ ദഹബ്തു എന്ന് പറയും. അന മാ ദഹബ്തു ഇലൽ മക്തബത്തിൽ യൗമ, ഇന്ന് ഞാൻ ലൈബ്രറിയിലോട്ട് പോയിട്ടില്ല. ഉമ്മി എന്നാണ് ഇവിടെ. അപ്പോൾ ദഹബത്ത് എന്ന് പറയും. ദഹബ താ സുക്കൂൻ. ഉമ്മി ദഹബത്ത് ഇലൽ മുസ്തഷ്ഫ, ഉമ്മ എൻ്റെ ഉമ്മ ആശുപത്രിയിലോട്ട് പോയി. അടുത്തത് യാ ബനാത്തി. ബനാത്ത് എന്ന് പറയുമ്പോൾ ജംഉ മുഅന്നസാണ് മുഖാത്തബിൻ്റെ. അപ്പോൾ അദഹബ്തുന്ന ലിസിയാറത്തി ഖാലത്തികുന്ന യാ ബനാത്തി. അപ്പോൾ പെൺകുട്ടികളോട് പറയാണ്, നിങ്ങൾ
നിങ്ങളുടെ ഖാലയെ സന്ദർശിക്കാൻ പോയോ എന്നാണ്. അടുത്തത് ഇവിടെ അഹി എന്നാണ്. ഇത് അഹിനോട് സംസാരിക്കുകയല്ല, അഹിനെ പറ്റി പറയാണ്. അപ്പോൾ അത് ഹുവ എന്നുള്ള ദമീറിനാണ് വരുന്നത്. അപ്പോൾ ദഹബ അഹി ഇലൽ മത്താരി എന്ന് പറയും, എൻ്റെ സഹോദരൻ എയർപോർട്ടിലോട്ട് പോയി. അഖവാതി, ഇവിടെ അഖവാതി എന്ന് പറയുമ്പോൾ ഹുന്ന എന്നാണ്. അപ്പോൾ ദഹബന ഇലൽ കുല്ലിയ, എൻ്റെ സഹോദരിമാർ കുല്ലിയയിലോട്ട് പോയി. ഇനി ഇവിടെ യാ ആയിഷത്തു എന്നാണ്, ആയിഷയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അദഹബ്തി ഇലൽ മദ്രസത്തി യാ ആയിഷത്തു, നീ ഇന്ന് സ്കൂളിലോട്ട് പോയോ ഓ ആയിഷ, അല്ലെങ്കിൽ നീ സ്കൂളിലോട്ട് പോയോ ഓ ആയിഷ. الثاني أكمل الجمل الآتية بوضع فعل ماض مناسب في كل من الأماكن الخالية. ഇനി ഇവിടെ മുനാസിബായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫിഅൽ ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ അദാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാ മുഹമ്മദ്, അപ്പോൾ ഇതൻ അസമിഅത്തൽ അദാന യാ മുഹമ്മദു, നീ അദാൻ കേട്ടോ മുഹമ്മദ്. അടുത്തത് കുറത്ത് സല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അത് കളിക്കുക എന്നുള്ളതാണ്. നഹ്നു ലഅബ്ന കുറത്ത് സല്ല അല്ലയോ, ഞങ്ങളിന്ന് ബാസ്കറ്റ്ബോൾ കളിച്ചു. അടുത്തത് യാ ഉമ്മി എന്നാണ്. അപ്പം ഗസൽതി ഖുംസാനി വമനാദീലി യാ ഉമ്മി, എൻ്റെ ഷർട്ടുകളും ഹാൻഡ് കർച്ചീഫുകളും കഴുകിയോ ഉമ്മ. നാലാമത്തത് സബൂറ, ഓക്കെ മുദരിസ് ഉണ്ട്. അപ്പം കതബൽ മുദരിസു ദർസ അല സബൂറത്തി, അധ്യാപകൻ പാഠം ബോർഡിൽ എഴുതി. അഞ്ചാമത്തത് അന, പിന്നെ ബാബൽ ഫസ്ലി എന്നുണ്ട്. അപ്പോൾ അന ഫതഹ്തു ബാബൽ ഫസ്ലി വഹാമിദുൻ വഹിഷാമുൻ വബിലാലുൻ ഫതഹു അന്നവാഫിദ, ഇവിടെ ഫതഹു വാവു ജമാ ചേർക്കും. ആറാമത്തത് അന, പിന്നെ ഇവിടെ അദർസൽ ജദീദ് ജയ്യിദൻ യാ ബനാത്തു, ഓക്കെ ബനാത്തു എന്നാണ്. അപ്പോൾ അഫഹിംതുന്ന ദർസൽ ജദീദ് ജയ്യിദൻ യാ ബനാത്തു, ഓ പെൺകുട്ടികളെ നിങ്ങൾക്ക് പുതിയ പാഠം നല്ല രീതിയിൽ മനസ്സിലായോ. ഇനി ജമീലാത്തി എന്നാണ്. അപ്പോൾ പിന്നെ മിനൽ ഫസ്ലി ബാദ ദർസി, ഓക്കെ ജമീലാത്തി ഖറജ്ന മിനൽ ഫസ്ലി ബാദ ദർസി, എൻ്റെ സഹപാഠികൾ ക്ലാസ്സിന് ശേഷം ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ ഇവിടെ ഖറജ്ന എന്ന് പറയും. ഇനി അൽ ഖുർആൻ എന്നുണ്ട്. ബാദ സലാത്തിൽ ഫജ്രി യാ അബ്നായി, അപ്പോൾ കുട്ടികളോട് ചോദിക്കേണ്ട അഖറഅതും അൽ ഖുർആൻ ബാദ സലാത്തിൽ ഫജ്രി യാ അബ്നായി, നിങ്ങളെല്ലാവരും ഖുർആൻ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഓതിയോ എന്നാണ്. അഖി സൂറത്തുർ റഹ്മാൻ, അപ്പോൾ അഖി ഹഫിദ സൂറത്തുർ റഹ്മാൻ, എൻ്റെ സഹോദരൻ സൂറത്തുർ റഹ്മാൻ മനഃപ്പാഠം ചെയ്തു. അന, ഇവിടെ ബ്ലാങ്ക് ഉണ്ട്. അൻ ഖലമി വലാകിനി മാ വജദതു, അപ്പോൾ ഇവിടെ അന ബഹദ്തു അൻ ഖലമി വലാകിനി മാ വജദതുഹു, ഞാൻ എൻ്റെ പേനയെ തിരഞ്ഞു പക്ഷേ എനിക്ക് കണ്ടില്ല. മൻ ഖതല ഹാദിഹിൽ ഹയ്യ, ആരാണ് ഈ പാമ്പിനെ കൊന്നത്, ഖതല എന്നാണ് ഇവിടെ വരിക. ആ യാ മറിയം എന്നാണ്. അപ്പോൾ ഷരിബ്തിൽ ഖഹ്വത യാ മറിയമു, നീ ചായ കാപ്പി കുടിച്ചോ മറിയം. സുമലായി, ഇവിടെ അൽ മൗസ് വ അന, അപ്പം സുമലായി അകലു അൽ മൗസ വ അന അകൽതുൽ ഇനബ, യാനി എൻ്റെ സഹപാഠികൾ മൗസ് പഴം കഴിച്ചു, വ അന ഞാൻ അൽ ഇനബ് മുന്തിരി കഴിച്ചു. പിന്നെ ഇവിടെ ഫാത്തിമത്തു ബിൻതഹ ബിൽ അസ, ദറബത് ഫാത്തിമത്തു ബിൻതഹ ബിൽ അസ, ഫാത്തിമ അവളുടെ മകളെ വടികൊണ്ടടിച്ചു. മൂന്നാമത്തെ ഇവിടെ ഇത് തഅമ്മൽ മായലി, ഇത് ശ്രദ്ധിക്കാനാണ്. ഇവിടെ ദഹബ എന്ന് പറയുമ്പോൾ എന്താണ്, ദഹബ എന്ന് പറഞ്ഞ ഫിഅലുണ്ട്. എന്തിനോട് അതിൽ ദമീർ മുസ്തത്തിറുണ്ട്. ദമീർ മുസ്തത്തിർ പറഞ്ഞാൽ ഒടുക്കപ്പെട്ട ദമീറാണ്, എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ദമീറിനെ കാണാൻ പറ്റില്ല. ആ ദമീർ മുസ്തത്തിറാണ് ഞാൻ ഹുവ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അതാണ് ഫായിൽ. മസലൻ ദഹബ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായിൽ എന്താണ്, അതിൻ്റെ കൂടെ ഒരു ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ദഹബ എന്നുള്ള ദമീർ മുസ്തത്തിർ തഖ്ദീറു ഹുവ എന്നുള്ള രീതിയിൽ ആണ് ഇവിടുത്തെ ഫായിൽ. ദഹബു എന്ന് പറയുമ്പോൾ ദഹബ പിന്നെ എന്ന ഫിഅലും പിന്നെ അതിൻ്റെ കൂടെ വാവുൽ ജമാ ഉണ്ട്, അതാണ് ഫായിൽ. ഈ വാവുൽ ജമാ ആണ് ഫായിൽ. ദഹബത്ത് എന്ന് പറയുമ്പോഴും ദഹബ എന്ന് പറയുന്ന പോലെ ദമീർ മുസ്തത്തിറാണ്, അതാണ് ഫായിൽ. താ എന്ന് പറയുന്നത് എന്താണ്, അലാമത്ത് തഅനീസാണ്, മുഅന്നസ് ആണെന്നതിൻ്റെ അലാമത്താണ്. ദഹബന എന്ന് പറയുമ്പോൾ ദഹബ ഫിഅൽ പിന്നെ ന എന്ന് ചേർക്കുന്നത്, അതാണ് ഫായിൽ. നൂനുൻ നിസ്വ. ദഹബ്ത എന്ന് പറയുമ്പോൾ താവുൽ ഫായിൽ എന്ന് പറയും. ദഹബ്തും അതും താവുൽ ഫായിൽ തന്നെയാണ്. ഈ മീം എന്ന് പറയുന്നത് അലാമത്തുൽ ജമ്മിൻ്റെ അലാമത്താണ്. ദഹബ്തി എന്ന അപ്പോഴും ത ആണ് ഫായിൽ, തീ എന്ന് പറയുന്നത് അതാണ് ഫായിൽ.
ദഹബ്തുന്ന എന്ന് പറയുമ്പോൾ അതും തു എന്നുള്ളതാണ് ഫായില്, ന എന്നുള്ളത് അലാമത്തുൽ ജമാണ്, മുഅന്നസിന്റെ ജമീനാണ് ന എന്ന് പറയുന്നത്. ദഹബ്തു എന്ന് പറയുമ്പോൾ തു എന്നാണ് ഫായില്, ദഹബ്ന എന്ന് പറയുമ്പോൾ ന എന്നുള്ളതാണ് ഫായില്. അപ്പോൾ ഇത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഓരോ ഫാലിൻ്റെ ഫായിലുകൾ അതിൻ്റെ കൂടെ ദമീർ അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ എന്താണ് ഫായിൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അടുത്തത് ചോദിക്കുന്നത് അയ്യൻ അൽ ഫായിൽ ഫിമായിലി, ഇതിൽ ഏതാണ് ഫായിൽ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഖറജ്തു എന്ന് പറയുമ്പോൾ തു എന്നുള്ളതാണ് ഫായില്, ജലസ്ന എന്ന് പറയുമ്പോൾ ന എന്നുള്ളതാണ് ഫായില്, സമിഅതി തി എന്നുള്ളതാണ് ഫായില്, ശരിബ്തുന്ന ഇതിൽ തു എന്നുള്ളതാണ് ഫായില്, ദഖലു വാവുൽ ജമാഅ, ഹഫിദ്ന നൂനുൻ നിസ്വ, അക്കൽത്തും ഈ തു എന്നാണ് ഫായില്, ഫതഹ ഇതിൽ ദമീർ മുസ്തതിറാണ്, യാനി ദമീർ മുസ്തതിർ യഊദു ഇലാ ഹുവ, ഫഹിംതുന്ന തു എന്നുള്ളതാണ് ഫായിൽ ഇവിടെ, കതബ്ത ത എന്നാണ് ഫായില്, ഗസലത്ത് ഇത് ദമീർ മുസ്തതിറാണ്, ത എന്നുള്ളത് അലാമത്ത് തഅനീസുമാണ്, ലഇബു എന്ന് പറയുമ്പോൾ വാവുൽ ജമാഅണ് ഫായില്, ദഖല ദമീർ മുസ്തതിർ, പിന്നെ ദറബത്ത് എന്ന് പറയുമ്പോൾ അതും ദമീർ മുസ്തതിറാണ്, താഉ തഅനീസ് അതിൻ്റെ മുഅന്നസിൻ്റെ അലാമത്താണ്. അപ്പോൾ ദഖല അതേപോലെ തന്നെ താഉ തഅനീസ് സുക്കൂൻ വെച്ചിട്ടും അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്യാതെ വരാണെങ്കിൽ, അതേപോലെ തന്നെ താഉ തഅനീസും ചേർത്ത് വരാണെങ്കിൽ രണ്ടിൻ്റെയും ഫായിൽ എന്താണ് ദമീർ മുസ്തതിറാണ്. ثم هنا الخامس من الضمائر المتصلة, ضمائر المتصلة പെട്ടതാണ് ത എന്നുള്ളത് ദഹബത, ദഹബതി, ദഹബ്തു, ദഹബ്തും, ദഹബ്തുന എന്നുള്ളതിൻ്റെ ആ ത അതാണ്, അതൊരു ദമീർ മുത്തസിൽ പെട്ടതാണ്. വാവ് അൽ വാവ് ഫി ദഹബു വാവ് ജമാഅ അതും എന്താണ് ദമീർ മുത്തസിൽ പെട്ടതാണ്. നൂൻ ഫി നൂൻ നിസ്വ ദഹബ്ന എന്നുള്ളതും, പിന്നെ ന എന്ന് പറയുന്ന ദഹബ്ന എന്ന് പറയുന്ന ആ ദമീറും എന്തിൽപ്പെട്ടാണ് ദമീർ മുത്തസിൽ പെട്ടതാണ്. തഅമ്മൽ മയലി ഐന ഹാമിദുൻ, ഹാമിദ് എവിടെയാണ്? ഖറജ, ഖറജ എന്ന് പറയും, അവിടെ ഫായിൽ എന്താണ് ദമീർ മുസ്തതിറാണ്. പക്ഷേ ഐന ആമിന എന്ന് പറയുമ്പോഴും എന്ത് പറയും? ഖറജത്ത് എന്ന് പറയും. അവിടെ താഉ തഅനീസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഫായിൽ ദമീർ മുസ്തതിറാണ്. അപ്പം ഒരു പുരുഷനെ പറ്റി ചോദിക്കുമ്പോൾ ഖറജ, സ്ത്രീയെ പറ്റി ചോദിക്കുമ്പോൾ ഖറജത്ത്, ആ ത എന്നുള്ളതിൻ്റെ അത് ചേർക്കും. പക്ഷെ രണ്ടിൻ്റെയും ഫായിൽ എന്താണ്? ദമീർ മുസ്തതിർ ആണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.